students, welcome to our maths class for 7th standard students. We are starting the new chapter called simple equations. You have learned the algebraic expressions in class 6. That is expression using variables. The variables are English alphabets. Okay. First, setting up equations. Statement form ആയിരിക്കും നമ്മൾ അതിൽ നിന്ന് ഇക്വേഷൻസ് സെറ്റ് ചെയ്യുക. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനകത്തൊരു ഈക്വൽ സൈഡ് ആണ്. ഈക്വൽ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിൽ പറയുന്ന കാര്യം എന്താണോ അതിനോട് ഈക്വൽ ആയിരിക്കും റൈറ്റ് സൈഡിൽ പറയുന്ന നമ്പർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് the sum of 3 times x and 11 is 32. അതായത് നമുക്കൊരു അൺനോൺ നമ്പർ ആണ് x എന്ന് പറയുന്നത്. അതായത് നമുക്ക് എപ്പോഴും നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ കളിക്കാറുണ്ട് ഗസ് എ നമ്പർ അല്ലെ, ഒരു നമ്പർ ഗസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഗസ് ചെയ്യുന്ന നമ്പർ ഏത് ഇപ്പൊ 1 തൊട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ പറഞ്ഞാൽ 1 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സ് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ അത് ഏത് നമ്പറാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളതിന് അങ്ങനെ അറിയാൻ പാടില്ലാത്ത നമ്പേഴ്സാണ് നമ്മളെപ്പോഴും എക്സ് അല്ലെങ്കിൽ വൈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സം ഓഫ് 3 times of x. 3 times means 3 into x. അപ്പൊ നമ്മൾ ഇക്വേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് എഴുതാം? 3 times of x. സം ആണ്. സം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ സൈനാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 3x പ്ലസ് ഏതിനോടാണ്? 3 times of x ഉം പിന്നെ 11 പ്ലസ് 11 is equal to 32. 3x plus 11 is equal to 32 എന്നുള്ളത് ഇതിന്റെ ഇക്വേഷൻ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ നമ്മളോട് ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ ഇങ്ങനെ algebraic ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, subtract 5 from 6 times a number, you get 7. That is, we subtract 5 from 6 times of a number. Here the number, the variable is not given, so we can write the variable as t. 6 times a number. The number is t. 6 times t means 6 into t. That is 6t minus, we subtract 5 from 6 times t. That is 6t minus 5. We get 7. Next question. 1/4 of m is 3 more than 7. 3 more than 7 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ 1/4 of m ന്റെ 7ന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് 1/4 of m. അതായത് 1/4 of m എന്ന് പറഞ്ഞാൽ 1/4 into m, or it can be written as m/4 minus 7. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. m/4 minus 7 is equal to 3. അല്ലെങ്കിൽ m/4 എന്ന് പറയുന്നത് 3 7 കൂടുന്നതായിരിക്കും, 10 ആയിരിക്കും. നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് m/4 മൈനസ് 7. ഇനി തിരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ തന്നിരുന്നാണ് ഇതിനെ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ഫോം ഉണ്ടാക്കാം. x മൈനസ് 5 is equal to 9. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? സബ്ട്രാക്ഷൻ ആണ് ചെയ്തത്. അപ്പൊ when we subtract 5 from x we get 9. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോം എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? If you subtract 5 from 9, 5 from x, we get 9. ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ഫോം. നെക്സ്റ്റ്, 3n plus 7 equal 1. അതായത് when we add
7 to 3 times of n, we get 1. When we add, the sum of 3 times of n, sum of 3 times n and 7 is 1. Okay, next 3m by 5, that is 3/5 of m is 6. 3/5 fraction വരുമ്പോൾ ഇങ്ങനെ എഴുതാം. അതുപോലെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ് നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾ ബൈ 4. ഇനി 3/4 ആണെങ്കിൽ 3m by 4 എന്ന് കൊടുക്കും. അതുപോലെ 3/5 എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പൊ 3/5 ഓഫ് 3 നമുക്ക് ഇങ്ങനെ എഴുതാമെങ്കിൽ വേർഡ്സിൽ എഴുതാം. 3/5 ഓഫ് m is 6. ഈക്വേഷൻസ് എഴുതിയാൽ നമുക്കറിയാം ഇവിടെ 3x plus 11 എന്ന് പറയുന്നത് 32 ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനൊരു വാല്യൂ ആണ് കേട്ടോ. 3x plus 11 is equal to 32. അതായത് ഈ 3ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഏത് വാല്യൂ കൊടുത്താലാണോ സാറ്റിസ്ഫൈഡ് ആകുന്നത് അതിനെയാണ് എക്സിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ 1 എന്ന് കൊടുത്താൽ എത്ര കിട്ടും? 3x into 1. അപ്പൊ 3 into 2, അതായത് 3 minus 3 plus 11 is equal to 32. അങ്ങനെ വരുമോ? 3x is equal to 3x plus 11 is equal to 31 ആണ്. എക്സിന് 1 കൊടുത്താൽ 3 into 1 equal 3, 11 is equal to 32. ഇത് ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഇവിടെ 14 ഈക്വൽ എന്ന് പറയുന്നത് 32 അല്ല. അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ ഏത് വാല്യൂവിനാണോ ഈ എക്സിന് കൊടുക്കുന്നത് അപ്പോഴേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകണോ അതിനെയാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നത്, ഈ സിമ്പിൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് ഓർക്കുക എങ്ങനെയാണ് ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ അതിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫോമിൽ എങ്ങനെയാണ് ആക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ വരുന്ന ഓരോ ഫ്രേസ് സം ഓഫ് ആണെങ്കിൽ സം എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം നോക്കുക, സബ്ട്രാക്ഷൻ പറയുന്നത് മൈനസ്, അതുപോലെ തന്നെ 6 times 3 times എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റു ചെയ്യുവാണ്. അതുപോലെ തന്നെ 1/5 1/4 അല്ലെങ്കിൽ 3/4 എന്നൊക്കെ പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അതൊരു ഫ്രാക്ഷൻ അവിടെ വരുന്നത് പറയുക. ഇനി സിംപ്ലിമെന്റ് ആക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന അതുകൊണ്ട് ഇത് പഠിച്ചാൽ തിരിച്ച് കൺവേർഷന് എളുപ്പമാണ്. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് നോക്കുക ഏത് വാല്യൂ. ഇപ്പൊ x minus 5 is equal to 9. ഇത് ഏത് നമ്പറിൽ നിന്നാണ് 5 കുറച്ചാൽ 9 കിട്ടുന്നത്? നമുക്കറിയാം 14 minus 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നതിന്റെ വാല്യൂ, ഈ ഇക്വേഷനിലെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആയിരിക്കും. അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായിരുന്നു.